ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി തയ്യാറാക്കാം. 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുടെയും ഇഡലിയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കടലക്കറി. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ട ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈ കടലക്കറി ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടല ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഓവർനൈറ്റ് കുതിർത്തിയെടുക്കണം. നിങ്ങൾ രാത്രിയാണ് ഈ കറി തയ്യാറാക്കുന്നതെങ്കിൽ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തിയെടുക്കുക. ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. കടല ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകിയതിന് ശേഷം പ്രഷർ കുക്കറിലോട്ട് മാറ്റാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 വിസിൽ വന്നിട്ട് ഇതിൻ്റെ എയറൊക്കെ താനെ പോയതിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കടലയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ പ്രഷർ കുക്കറിലോട്ട് ഇതൊന്നും ആഡ് ചെയ്യാത്തത് വിസിൽ വരുന്ന ടൈമിൽ ഇതൊക്കെ തിളച്ച് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കടല മാത്രം വേവിച്ചെടുക്കുക. ഇതിലോട്ട് അല്പം കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ കടലയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത്. മുളക് പൊടി 1 ടീസ്പൂണാണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണാണ്. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കടല ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ ഒട്ടും വെള്ളമില്ല. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് ഇളം ചൂടുവെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ടൈമിൽ 1 കപ്പ് 1/4 പാൽ, തേങ്ങയുടെ 1/4 പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒന്ന് വറുത്തൊഴിക്കണം. അതേസമയം ഇതിൽ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കടല വേവിക്കുന്ന ടൈമിൽ ഇട്ടതാണ്. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊന്ന് വറുത്തൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 3 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ്. ചപ്പാത്തിയുടെയും ദോശയുടെയും അതുപോലെ ഇഡലിയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒന്ന് അടച്ചു വെക്കണം. 5 മിനിറ്റിന് ശേഷം ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്
കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.